മോർണിംഗ് ഗായ്സ്. അപ്പം വെൽക്കം ടു ആഫ്റ്റർ എ ലോങ് ടൈം വീഡിയോ ഓഫ് ആര്യസ് ഡയറീസ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ ഫെബ്രുവരിയിൽ കാല് പൊട്ടിയതിന് ശേഷം ഒരു വീഡിയോസ് നമ്മൾ വ്ലോഗായിട്ട് എടുത്തിട്ടില്ല. അതിനുശേഷം നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ ഈ കാല് പൊട്ടുന്ന ടൈമിന് മുന്നേ എടുത്തത്. പിന്നെ നടന്ന് തുടങ്ങിയ ടൈമിൽ ജസ്റ്റ് വീഡിയോസൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരു പ്രോപ്പർ വ്ലോഗായിട്ട് നമ്മൾ എടുത്തില്ല. സോ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ഏതാണ്ട് ഒരു 4 months ഗ്യാപ്പിന് ശേഷമാണ് നമ്മളിനി യൂട്യൂബിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഞാനൊരു പ്രിപ്പറേഷന് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ജൂൺ 1 തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരിക്കണം നോക്കാം. നമ്മൾ ലോങ് ബ്രേക്കിന് ശേഷം ഭയങ്കര ഒരു സംഭവമായിട്ട് വരുമ്പോൾ അത് തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. സോ ഇപ്പം ടൈം ഏതാണ്ട് രാവിലെ 5:33 ഞാൻ എണീറ്റത്. ഇപ്പോൾ സമയത്തിനൊന്നും അറിയില്ല. 6 മണിക്ക് അലാറം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 6 മണിക്കൊക്കെ ഈ ചൂടത്ത് അലാറം വെക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ റീസൺസ് ഉണ്ടാവുമല്ലോ. സോ നമ്മൾ ENT OT കയറിയാലോന്ന് വിചാരിക്കുന്നു. നമുക്ക് ഫ്രൈഡേ ഒഴികെ ഏത് ഡേ വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാം. സോ ഇന്ന് പോയാലോ വിചാരിക്കും. 9 മണിക്കാണ് സർജറി സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേങ്കിൽ ഒരു 6:30 ആകുമ്പോഴേക്ക് അവിടെ എത്തിയിട്ട് നമ്മുടെ പേര് ജസ്റ്റ് എഴുതിയിടണമെന്ന് കേട്ടു. അതാണ് ഇത്ര രാവിലെ തന്നെ എണീക്കുന്നത്. സോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മളെ ജൂൺ മാസത്തിലേക്ക് ഇങ്ങനെ കയറി. ജൂലൈ 2 തൊട്ട് നമ്മളെ ഫൈനൽ എക്സാംസ്, നമ്മൾ ക്ലിനിക്കൽസിൻ്റെ ഫൈനൽ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാണ്. ജൂലൈ 19 കൂടി ക്ലിനിക്കൽസ് കഴിയും, എക്സാംസ് കഴിയും. പിന്നെ നമ്മളെന്താ നാട്ടിൽ പോകും. ഓക്കെ, എൻ്റെ സൗണ്ട് തീരെ വയ്യ. എനിക്ക് 4 ദിവസമായിട്ട് ഭയങ്കര ചുമ കാര്യങ്ങളൊക്കെയാണ്. ഇവിടുത്തെ ക്ലൈമറ്റ് മാറിയല്ലോ, സമ്മർ ആയല്ലോ. സോ അങ്ങനെയൊക്കെയാണ്. സോ ലെറ്റ്സ് ഗെറ്റ് റെഡി. സോ വൺസ് അഗൈൻ വെൽക്കം ടു ആര്യസ് ഡയറീസ്. ഇപ്പം സംസാരിക്കാനൊക്കെ ലേശം ഒരു ബുദ്ധിമുട്ടുണ്ട്. അത്രയും ഗ്യാപ്പ് വന്ന് പിന്നെ തൊണ്ടവേദന കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതൊക്കെ നമ്മൾ പരിഹരിക്കുന്നതായിരിക്കും. പല്ല് വെച്ചിട്ട് വരാം. യൂണിവേഴ്സിറ്റീൻ്റെ ഭാഗത്തുനിന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് ഓരോ സ്റ്റുഡൻസിനും റോൾ നമ്പർ വൈസ് കറക്റ്റ് ടൈമിംഗ് കൊടുക്കുന്നതായിരുന്നു ബെറ്റർ എന്ന് തോന്നിയിട്ടു ഈ ഒരു സിറ്റുവേഷനിൽ. കാരണം ഇത്രയും രാവിലെ എണീറ്റ് പോയിട്ട് കയറാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ളൊരു തോട്ടൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ തന്നെ നല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചു. പിന്നെ ഇന്നലെ ഞാൻ ഉണ്ടാക്കിയ പംകിൻ ക്യാരറ്റ് പാസ്റ്റൊക്കെ ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അത് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എന്നാൽ അൺപ്ലാൻഡ് ആയിട്ട് ഇവിടെ അടുത്ത് സെയ്ദ് സൈനബിൽ പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ അവിടെ നമ്മൾ പോയി. നല്ല കോഫ്ത, നല്ല ബീഫ് സ്റ്റീക്ക്, ഹവോഷി കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അത്യാവശ്യം ഹെവി ആയിട്ട് കഴിച്ച് ഒരു 30 minutes കൊണ്ടാണ് കിടന്നത്. പിന്നെ ഏതാണ്ട് ഒരു 1:30-2 മണിയൊക്കെ ഉറങ്ങിയപ്പോൾ സോ വലിയ വിശപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് ജസ്റ്റ് ഒരു ജ്യൂസ് കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുക. ആദ്യം എന്തായാലും റെഡി ആവട്ടെ. ആൻഡ് ഇറ്റ്സ് മൈ സെക്കൻഡ് ടൈം വിയറിങ് സ്ക്രബ്സ്. ഞാൻ അവിടെ ഡെലിവറി കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഭയങ്കര ട്രാജിക് ആയിരുന്നു. അങ്ങോട്ട് ഭയങ്കര കാവടി തുള്ളിപ്പോയിട്ട് ട്രാജഡി ആയിട്ട് തിരിച്ചു വരും എന്നൊക്കെ പറയുള്ളൂ. ഏതാണ്ട് ആ ഒരവസ്ഥയായിരുന്നു. ഇന്ന് നമ്മൾ ENT ഡിപ്പാർട്ട്മെൻറ്റിലാണ് പോകുന്നത്. നമ്മളെ 3rd ഇയറത്തെ ക്ലിനിക്കൽസിൻ്റെ ലാസ്റ്റ് സെക്ഷനാണ് ENT. ഒഫ്താൽമോളജിയും ഫോറൻസിക്കൊക്കെ കഴിഞ്ഞ് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. 3rd ഇയർ ഭയങ്കര എന്ന് പറഞ്ഞങ്ങ് പോയിക്ക്. ഒട്ടും വിചാരിക്കാൻ വന്നില്ല. ഇപ്പോഴും എനിക്ക് ഫസ്റ്റ് ഇയർ ഇവിടെ കാല് കുത്തിയതൊക്കെ ഓർമ്മ. ഈ ഫസ്റ്റ് ടൈം സ്ക്രബ്സ് ഇടുമ്പോക്ക. സോ ലെറ്റ്സ് ഗെറ്റ് റെഡി. നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പൈസ ഇട്ട് ഭയങ്കര സന്തോഷമല്ലേ. ഈ സ്ക്രബ്സ് ഇല്ല, ഞാൻ പിന്നെ ഏപ്രിൽ മന്തെങ്ങാൻ ഞാൻ ഇട്ടായിരുന്നു. അതോ മെയ് ഫസ്റ്റ് വീക്കോ എങ്ങാണ് ഞാൻ ഇട്ടായിരുന്നു ഡെലിവറി കാണാൻ പോയപ്പോൾ. അതിനുശേഷം ഞാൻ വന്ന് ക്ലീൻ ചെയ്തിട്ട് ഇന്ന് ഞാൻ ജസ്റ്റ് പോക്കറ്റിൽ വെക്കുമ്പോൾ ഇതേ പൈസ. ഭയങ്കര സന്തോഷം. മാൻ 155 pound എൻ്റെ ഈ സ്ക്രബ്സിൻ്റെ പോക്കറ്റിൽ. എല്ലാ പാൻറ്റിൻ്റെ പോക്കറ്റിൽ കുറച്ചധികം പൈസ വെക്കട്ടെ. ഇങ്ങനെ കാണും ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ 6:10 നമ്മൾ പെട്ടെന്ന് റെഡി പോവാം. OT കയറിയ കുറേ പേരോട് നമ്മൾ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ രാവിലെ തന്നെ നേരത്തെ എത്തുക, ആദ്യം വരുന്നവരെ മാത്രമേ കയറ്റൂ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. സോ ഇത്ര നേരത്തെയാണല്ലോ എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലൊക്കെ ആയിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. എൻ്റെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവും എക്സൈറ്റ്മെൻറ്റിന് ഹോപ്പിൻ്റെ പീക്കിൽ നിൽക്കുകയാണെന്ന്. പക്ഷേങ്കിൽ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ അത്ര ഹാപ്പി അല്ലായിരുന്നു ഞാൻ. കാരണം ENT നമുക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഗുഡ് മോർണിംഗ് കൈറോ. ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ യൂണിവേഴ്സിറ്റിയിലെത്തും.
ഭയങ്കര എളുപ്പത്തിൽ കയറാമെന്നൊക്കെ വിചാരിച്ച് പോയി. അവിടെ എത്തി നോക്കുമ്പോൾ ഞങ്ങൾ 21 and 22 ആ ഒരു റേഞ്ചിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ പേപ്പറൊക്കെ ഫുള്ളായി പേര് എഴുതിയിട്ട്. അപ്പോൾ പിന്നെ ഒരു ഹോപ്പ് പോയി, കയറാൻ പറ്റൂല എന്ന്. പിന്നെ ഒരു ഡേ 20 ആൾക്കാരെ കയറ്റി എന്നുള്ളൊരു കോൺഫിഡൻസിൽ നമ്മൾ കുറച്ചേരൂടെ അവിടെ നിന്ന്. അപ്പോൾ ഒരു സെക്യൂരിറ്റി വന്ന് പറഞ്ഞു ആദ്യം വന്ന് 8 പേർക്ക് കയറാമെന്ന്. സോ നമ്മൾ നേരെ തിരിച്ചു പോകാമെന്നുണ്ടായത്. വന്നപ്പോഴേക്കും ഇവിടെ ഭയങ്കര തിരക്ക് കാര്യങ്ങളൊക്കെ ആയി. സോ നമ്മളെന്തായാലും കുറച്ച് പേരോട് വെയിറ്റ് ചെയ്തിട്ട് എന്താവും നോക്കിയിട്ട് വീണ്ടും പോവാന്നൊക്കെ വിചാരിക്കുന്നു. അല്ലെങ്കിൽ നാളെ ഏറ്റവും നേരത്തെ വരേണ്ടി വരും. സാഡായി, നല്ല തിരക്കുണ്ട്. ഇതൊക്കെ 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 കുറെ സെക്കൻഡ് ഇയേഴ്സ് ഒക്കെ ഉണ്ട്. ഹിസ്റ്റോളജി എക്സാം എഴുതാൻ വേണ്ടി വന്നിട്ട് ഗേൾസിനെ കയറ്റിക്കൊണ്ട് ഫാമിലി കയറാക്കിയിരുന്നു. തമാശ പറഞ്ഞേ ഞാന് എന്താണ് മറ്റേ വർത്താനം ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടല്ലോ. യൂണിവേഴ്സിറ്റി ആയിപ്പോയി. കഴിയാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ എന്താ പറയാനുള്ളത്? സെക്കൻഡ് ഇയർ പറ്റിയോ? എങ്ങനെയുണ്ട് എക്സാം? നമ്മൾ സാഡ് അടിച്ച് ഗാർഡനിൽ ഇരിക്കുമ്പോഴാണ് ജൂനിയേഴ്സിനെ കണ്ടത്. പിന്നെ കുറച്ചേരം അവരോട് സംസാരിച്ചിരുന്നു. നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഈജിപ്ഷ്യൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ വരുന്ന പെട്ടെന്നുള്ള സാഹചര്യത്തിലൊക്കെ കഴിക്കൽ. ഒന്നത് ടേസ്റ്റുമാണ്, പിന്നെന്താ അഫോർഡബിൾ ആണ്. ആ ഒരു ഇതിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കൊണ്ട് യൂണിവേഴ്സിറ്റിക്ക് വന്ന് കുറച്ച് പരിപാടിയോട് ചെയ്ത് തീർക്കാണ്ട്. എന്തായാലും NTOTയിൽ ഇപ്പോൾ കയറാൻ പറ്റിയില്ല. ഐ എം സാഡ്. ചിലപ്പോൾ നമ്മളത് പരിഹരിച്ചേക്കാം. ഐ വിൽ അപ്ഡേറ്റ്. എന്നോട് ചോദിക്കാം എന്താ യൂണിവേഴ്സിറ്റി ബാഗൊക്കെ വിൽക്കാൻ വെച്ചിക്കല്ലോ. നോക്കുമ്പോൾ അത് എക്സാം എഴുതുന്ന കുട്ടിയൊക്കെ ബാഗ് വെക്കാനുള്ളൊരു സ്ഥലമായിരുന്നു. ബാഗ് തൂക്കിയിട്ടുണ്ടപ്പോൾ ഞാൻ വെച്ച് കച്ചവടമായിരുന്നു. അങ്ങനെ നമ്മൾ ഇന്ന് PMT കേരള നടക്കാത്തവരോട് നമ്മൾ ഡെലിവറി കാണാൻ കയറി. 3 C-സെക്ഷൻ കണ്ട്. 2 ബോയും 1 ഗേളും. ഒരാള് കമ്പനിക്ക് കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം കയറി ഒരു 5 മിനിറ്റ് കട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്ക് തല കറങ്ങുന്നുണ്ടായിരുന്നു. പുറത്തേക്ക് പോയി വീണ്ടും ഇവിടെ ഗാർഡനിൽ വന്നിരുന്ന്. പിന്നെ രണ്ടാമതും കയറി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും മറ്റേ എന്തെങ്കിലും ഡെലിവറി ഉണ്ടോ നോക്കിയിട്ട് തിരിച്ചു വന്ന് മറ്റേത് ബാലൻസ് കാണാൻ നോക്കുമ്പോണ്ട് ഈ പറഞ്ഞ ആള് ഞാൻ നോക്കുമ്പോ ഡെലിവറി കാണുന്നിടത്ത് കണ്ണടച്ചിട്ടെ. ഇതുപോലത്തെ ഒരു ചോര വീടുള്ള ഒരു മനുഷ്യനാ. നമ്മള് ആസ് എ മെഡിക്കൽ സ്റ്റുഡൻസ് നമ്മളിത് ഇങ്ങനെ കയറി ബ്ലഡൊക്കെ ആയിട്ട് യൂസ്ഡ് ആയിട്ട് ഇതൊക്കെ നമ്മൾ മാറ്റിയെടുക്കും. വാട്ട് യു ഓഫർ മീ? ഇതിട്ടില്ലെങ്കിൽ വാട്ട് യു ഓഫർ മീ? പറഞ്ഞ വ്യക്തി ഒരാളും കളിയാക്കാൻ പാടില്ല. ആ വ്യക്തിനെ മാനസികമായിട്ട് അത് വളരെയധികം ബാധിക്കും. സോ ആരും അത് കളിയാക്കാൻ പാടില്ല. ആൾ ഓവർകം ചെയ്യും. നോക്കോ 2 വീക്സ് ഇവിടല്ലേ പണിയെടുക്കുന്ന പെണ്ണുങ്ങള് വന്ന് ചോദിച്ചു എന്ത് പറ്റി. ഞാൻ പറഞ്ഞു അത് കണ്ടിട്ട് ചെറുതായിട്ട് തലറിയാമെന്ന്. അയ്യോ. അപ്പൊ ആലിമ് പറഞ്ഞു വന്നെന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു വന്നെന്താ വെച്ചാൽ നമ്മൾ ഇത് ഓവർകം ചെയ്യും. ഞാനല്ല, അവനത് ഓവർകം ചെയ്യും. ഓക്കെ. അപ്പൊ ഇതുപോലെ കുറെ പേർക്ക് പ്രശ്നം ഉണ്ടാവും. ചോര പേടി, സൂചി പേടി, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ അതൊക്കെ നിങ്ങൾ ഓവർകം ചെയ്യുക. അതാണ് ടുഡേസ് നോട്ട്. ചെയ്യൂല ഓവർകം? ചെയ്യൂലേ? പ്രേക്ഷകരോട് പറ. സോറി, നേരത്തെ തലറിയത് ചെറിയൊരു ബുദ്ധിമുട്ട് ഇപ്പോഴുണ്ട്.
അപ്പൊ നമ്മുടെ വീട്ടിലെത്തി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. 3 C-സെക്ഷൻ കണ്ടു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. 2 ഗേൾ ബേബീസും 1 ബോയ് ബേബി ആയിരുന്നു. അങ്ങനെയൊക്കെ നമുക്ക് ENT ശരിക്കും എന്താ പറ്റി വെച്ചാല് കുറച്ചുകൂടി നേരത്തെ പോകേണ്ടിയിരുന്നു. കാരണം അവിടെ ആദ്യം വരുന്ന 8 പേരാണ് അവർ കയറ്റിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ചെന്നത് 21ാമത്തെ ആളായിട്ടാണ്. അപ്പൊ പിന്നെ കാര്യമില്ലല്ലോ. അപ്പൊ നമ്മളവിടെ കുറച്ചേരോട് വെയിറ്റ് ചെയ്ത് നോക്കുമ്പോ കയറ്റിയില്ലായിരുന്നു. പിന്നെ അത്ര ഇൻട്രസ്റ്റിംഗ് ഒന്നും അല്ലല്ലോ. പിന്നെ ഒന്നും കാണാണ്ട് പോകണ്ടല്ലോ വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്ത് ഗൈനക്ക് സെക്ഷനിൽ ഇപ്പൊ ഗൈനക് ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് പിന്നെ ഡെലിവറി കാണാൻ വിചാരിച്ചു. അവിടെ നോക്കുമ്പോൾ കുറേ ആൾക്കാരുണ്ട്. പെട്ടെന്ന് ഡെലിവറീസ് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ കുറേ എണ്ണം അങ്ങനെ കണ്ട്. പിന്നെ ഇപ്പം അതേ വീട്ടിലേക്ക് വന്നാണ്. രസമ്പൊക്കെ കുടിച്ച്, ഐ മീൻ കരിമ്പൊക്കെ കുടിച്ച് വന്നാണ്. സോ ഇന്നെന്തായാലും വീഡിയോ ഇത്ര ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് കിടന്നുറങ്ങണം. 2 മണിക്ക് ഉറങ്ങിയിട്ട് 5:30 എനിക്ക് അത്യാവശ്യം ഉറക്കം കിട്ടിയില്ലല്ലോ. അപ്പോൾ എന്തായാലും ഉറങ്ങിയിട്ട് ഫുഡ് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പം വീഡിയോ എന്തായാലും ഇവിടെ വരെ ഉണ്ടാവുമായിരിക്കും. ഇനി എന്തായാലും നമ്മൾ കണ്ടിന്യൂസ് അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ബൈ.